വെൽക്കം ടു ടീ ടോക്ക് ഓഫ് ട്രാൻസ്പയർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രാൻസ്പയർ പ്ലാറ്റ്ഫോമിലാണ്. ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങളൊരു 15 മെമ്പേഴ്സ് ഓഫ് വിംബൽ അക്കാഡമി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ എല്ലാവരും ലൈക്ക് മൈൻഡഡ് ആയിട്ട് ഞങ്ങൾ വളരെ ബോൾഡ് സ്റ്റെപ്പ് എടുത്തിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി അവർ ഒബ്ജക്റ്റീവ് വന്നിട്ട് ടു ഗ്രോ ടുഗെദർ, നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് ഗ്രോ ചെയ്യാൻ ഒരു ഉദ്ദേശം കൊണ്ട് നമ്മൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ബെനിഫിറ്റ്സും ഡെഫിനറ്റ്ലി ഇതിലുണ്ടാവും. ട്രാൻസ്പയർ ടീ ടോക്സ് എവറി തേഴ്സ്ഡേ നടക്കുന്നതാണ്. ഇന്നത്തെ 6th സെഷൻ ആണ്. ഇന്നത്തെ ടോപ്പിക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സ്പീക്കർ വന്നിട്ട് നമ്മളുടെ സജ്ന അലി മാം ആണ്. സജ്ന അലി മാം വന്നിട്ട് ഒരു സ്റ്റുഡൻറ് ആൻഡ് പേരന്റ് എംപവർമെന്റ് കോച്ചാണ്. സോ ഷീസ് എൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ്. മാം വന്നിട്ട് ഇന്നത്തെ ടോപ്പിക് എടുക്കാൻ പോകുന്നത് സോഷ്യൽ ലേണിംഗ്, ദ സൈലന്റ് ടീച്ചർ. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് മാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സൈക്കോളജിയിൽ ഈ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. ഈ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങള്, കുട്ടികള് എല്ലാവരും ഈ ബാക്കി ഉള്ളവരിനെ ഒബ്സർവ് ചെയ്തിട്ട് വി ഒബ്സർവ് അതേഴ്സ്, ഈ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ചില ബിഹേവിയേഴ്സ് അക്വയർ ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ടും ഉണ്ട്, ഗുഡ് ഉണ്ട് ബാഡും ഉണ്ട്. ഈ ഗുഡ് ബിഹേവിയേഴ്സ് അക്വയർ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഇൻഡിവിജ്വലിന് ബെനിഫിഷ്യൽ ആണ്. ബട്ട് ബാഡ് ബിഹേവിയേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകണം. ഇത് മെയിൻലി നമ്മൾ ഈ സോഷ്യൽ ലേണിംഗ് അതേഴ്സ് ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇംബൈബ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ സജ്ന മാം ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ പ്ലസ്, പോസിറ്റീവ്സ്, നെഗറ്റീവ്സ് ആൻഡ് ഹൗ ടു ഓവർകം ഇറ്റ്. കൂടുതൽ ഇത് കുട്ടികളുടെയും പേരൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു സോഷ്യൽ ലേണിംഗിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വി ആർ ഗോയിങ് ഇൻ ഫോർവേഡ് വിത്ത് ദാറ്റ്. ആൻഡ് സജ്ന അലി മാം വന്നിട്ട് പേരൻസിനെയും സ്റ്റുഡൻസിനെയും ഒരുപാട് കോച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഷീസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ്, ഷീസ് വെൽ വേഴ്സ്ഡ് ഇൻ ദാറ്റ്. സോ നൗ ഐ ഇൻവൈറ്റ് സജ്ന അലി മാം ടു ടേക്ക് ഓവർ. വെൽക്കം യു സജ്ന മാം. And I need all the support of you people, and I invite each one of you to this session. Thank you all for joining and making this session a good one. Let us move on to Sajna Ali ma'am. Thank you. Welcome Sajna Ali ma'am. Thank you Chandra ma'am. വളരെ നല്ലൊരു ഇൻട്രോ എനിക്ക് തന്നതിന്, അതോടൊപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി നല്ലൊരു ഇൻട്രോ ആണ് മാം തന്നത്. വെരി വെരി താങ്ക് യു. അതോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ? ഇന്നെല്ലാവരും കുറച്ച് ഹാപ്പി ഫീലാണ്. ഒരു 10 ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ. അത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു അല്ലെ? ഇന്ന് അതങ്ങട്ട് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നമുക്കും കിട്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഞാനൊരു കഥ പറയാം. അത് നമ്മൾ ഒരു ഡോക്ടറുടെയും അവരുടെ മകന്റെയും കഥയാണ് പറയുന്നത്. ആ ഡോക്ടറെ നമുക്ക് അനിൽ എന്നും അവരുടെ മകനെ നമുക്ക് അഭിനവ് എന്നൊരു പേരിട്ട് വിളിക്കാം. കഥയിലെ കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികാണ് കേട്ടോ. നമ്മുടെ ഈ അനിൽ ഡോക്ടർ നാട്ടിലൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എന്ത് കാര്യത്തിനും നാട്ടിൽ മുന്നിട്ടിറങ്ങുന്ന, അതായത് നട്ടപ്പാതിരാക്കം പിടിച്ചാൽ വരും എന്ന് പറയലും അതേ രൂപത്തിലുള്ള ഒരു ഡോക്ടറാണ്. എല്ലാവർക്കും ആ ഡോക്ടറെ പറ്റി ഒരു നെഗറ്റീവും പറയാനില്ല, ഫുൾ പോസിറ്റീവേ ഉള്ളൂ. അത്രയും സഹായ മനസ്കതയുള്ള ഒരു ഡോക്ടറാണ് നമ്മൾ അനിൽ ഡോക്ടർ. ഡോക്ടർക്ക് ഒരു മകനുണ്ട്. ആളൊരു ടീനേജ് ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ മകന് അച്ഛന്റെ പാതയിൽ തന്നെ വരും എന്നൊരു പ്രതീക്ഷ ആ ഡോക്ടർക്ക് ഉണ്ട്. അതുപോലെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. കാരണം അച്ഛനെ കണ്ടാണല്ലോ മകൻ പഠിക്കുന്നത്.
ചെറുപ്പകാലം ഒരു 15 വയസ്സ് വരെയൊക്കെ അച്ഛനെ പിന്തുടർന്നുകൊണ്ടിരുന്ന ആ ഒരു മകന് അവന്റെ ഒരു ടീനേജ് ടൈം, ഒരു കൗമാരൊക്കെ കഴിയുന്ന ആ ഒരു സമയത്ത് ഇവന് വഴി പിഴച്ചു പോകുന്നതായിട്ട് നമ്മുടെ ഡോക്ടറുടെയും നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നു. ഡോക്ടർ ഒരിക്കലും ആഗ്രഹിക്കാത്ത വഴിയിലൂടെ മകൻ പോകുന്നതായിട്ട് ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവിക്കുന്നത്? ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഒരു അച്ഛന്റെ മകന് അച്ഛൻ ചെയ്യുന്നതും കാണിക്കുന്നതും എല്ലാം മകൻ കാണുന്നുണ്ട്, എന്നിട്ടും അവൻ വഴിപിഴച്ചു പോയത് എങ്ങനെ? അപ്പോ ഈ കുട്ടി അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മാത്രമല്ല, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ഈ കുട്ടി പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ അച്ഛനും അമ്മയും അതിൽ ടീച്ചേഴ്സും മാത്രം പഠിപ്പിച്ച് കൊടുക്കുന്നതല്ല, സൊസൈറ്റിയിൽ നിന്നും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് എങ്ങനെ നമ്മൾ അവർക്ക് വേർതിരിച്ച് കൊടുക്കാം, എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം? ഹലോ. അതെ, കട്ടായെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിന്യൂ ചെയ്തോ. കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. അപ്പൊ എന്താണ് ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്, സൊസൈറ്റി എന്ന ഒരു സൈലന്റ് ടീച്ചറെ പറ്റിയിട്ട്. നമ്മുടെ മക്കൾ എങ്ങനെ എവിടെ നിന്നൊക്കെ പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഫാമിലിയിൽ നിന്നാണ്. ഒരു വീടാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ സ്കൂൾ, അല്ലെ? ഒരു അച്ഛനും അമ്മയാണ് ആ കുട്ടിയുടെ ആദ്യത്തെ ടീച്ചേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നോ, എന്ത് പ്രവർത്തിക്കുന്നോ എന്നൊക്കെ ഈ കുഞ്ഞു കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അവനത് കോപ്പി ചെയ്ത് അത് അനുകരിക്കാറുണ്ട്, അല്ലെ? നമ്മളൊക്കെ കാണാറില്ലേ, നമ്മളിത് ചെയ്യുന്നത് പോലെ തന്നെ അവരും നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നത്, അവർ ഫുഡ് ഉണ്ടാക്കി കളിക്കുന്നു. ഇങ്ങനെ നമ്മൾ കാണുന്നതാണ്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫാമിലിയാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ സ്കൂള്. അപ്പോ അതുപോലെ നമ്മൾ ഈ അച്ഛനമ്മമാരും പേരൻസിനും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമ്മള് വീടിനുള്ളില് ആരും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ റഫായിട്ടൊക്കെ പെരുമാറാറ്. വീടിനുള്ളില് റഫായി പെരുമാറുന്ന ആളുകള് പുറത്ത് വളരെ മാന്യമായിട്ട് പെരുമാറുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചില പേരൻസ് ഒക്കെ പറയുന്നത് കാണാം, വീടിനുള്ളിൽ കയറിയാൽ ഈ കുട്ടി ഭയങ്കര ബഹളാണ്, ഇവന് വേറെ ഒരാളായിട്ടാണ് ഇവിടെ പെരുമാറാറ്, പക്ഷെ ആൾക്കൂട്ടത്തിൽ ഇവനെ ഇറക്കിയാല് ഇവൻ വളരെ കൂളാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനെ, ചെറിയ കുട്ടിയാകുമ്പോ തന്നെ അവൻ മാറുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ അച്ഛന് അങ്ങനെ വീട്ടിൽ, അല്ലെങ്കിൽ അമ്മ വീട്ടിനുള്ളിൽ വളരെ റഫായി പെരുമാറുന്നതും പുറത്തിറങ്ങി ഒരു മാന്യനായി പെരുമാറുന്നതും കാണുന്നത് കൊണ്ടാണ്. അതുപോലെ കുട്ടി പഠിക്കുന്ന അടുത്തൊരു ഇതാണ് സ്കൂള് ആൻഡ് ഫ്രണ്ട്സ്. സ്കൂളിൽ നിന്ന് കുട്ടികൾ അവരുടെ ബുക്കിലുള്ളത് മാത്രമല്ല അവർ പഠിക്കുക, അവരുടെ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പുറമെ ടീച്ചേഴ്സിനെ അനുകരിക്കാനും ശ്രദ്ധിക്കും. അതുപോലെ ഒരു ഫ്രണ്ട്സ് പെരുമാറുന്നത് പോലെയൊക്കെ അവര് പെരുമാറാൻ അവർ ശ്രമിക്കും. അപ്പൊ എന്റെ ചെറിയ മോള് അംഗനവാടിയിലാണ്. അപ്പൊ സാരി എടുത്തിട്ട്, ഫാമിലിന്റെ ആരും അങ്ങനെ സാരി ഒന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇവള് അംഗനവാടി വിട്ടു വന്നാല് എന്റെ ഷോളോ ഒക്കെ എടുത്തിട്ട് ഇവള് സാരി എടുത്തിട്ടാ നടക്കാം, ഞാൻ ടീച്ചറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ പിള്ളേരെ അവർ അനുകരിക്കുകയാണത്. അപ്പൊ അങ്ങനെ സ്കൂളിൽ നിന്നും ഈ ഫ്രണ്ട്സിൽ നിന്നും അവർ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓരോ ആളുകളുടെ വ്യക്തിത്വം പെട്ടെന്ന് ഇഷ്ടപ്പെടും. അങ്ങനെ വളരെ ആക്റ്റീവായിട്ട്, അതുപോലെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ പെരുമാറ്റം ഇവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ ഇവരെ അനുകരിക്കാനും ഇവര് ശ്രമിക്കും. അതുപോലെ സോഷ്യൽ മീഡിയ, ഇന്നത്തെ മക്കള് പേരൻസിനെ കണ്ടു പഠിക്കുന്നതിലേറെ പഠിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്, അല്ലെ? അതിൽ കാണുന്ന ഷോർട്സ് അതെല്ലാമാണ് ഇവര് അനുകരിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മളുടെ മക്കള് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പുറമെ പഠിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എവിടെ നിന്നൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു, ഇനി എങ്ങനെയാണ് ഇവരിത് പഠിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇവര് അറ്റൻഷൻ, ഫസ്റ്റ് പോയിന്റ് അറ്റൻഷൻ. അവരത് ശ്രദ്ധിക്കും. മുതിർന്നവർ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതെല്ലാം അവര് ശ്രദ്ധിച്ചിട്ട് ഇവരത് ശ്രദ്ധിച്ചെടുക്കും. അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? വ്യക്തിപരമായ പ്രതികരണങ്ങള്, അതുപോലെ ആത്മവിശ്വാസമുള്ള ആളുകള്, പലതവണ ആവർത്തിക്കുന്ന കാര്യങ്ങള്, ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പെരുമാറ്റം,
പ്രശംസ ലഭിക്കുന്ന പ്രവർത്തികൾ, ഇതൊക്കെ ഇവരെന്താണ് ശ്രദ്ധിച്ചു വെക്കും. ഇപ്പൊ കുട്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആളെ കാണുമ്പോ ഒരു കളിയാക്കി ചിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ നമ്മളപ്പൊ ചിരിക്കുകയാണെങ്കിൽ പേരൻസ് ചിരിക്കുകയാണെങ്കിൽ കുട്ടി അത് അതായത് പ്രശംസയായിട്ട് എടുക്കും. അവനത് ആവർത്തിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റിറ്റൻഷൻ. ഇവനത് സേവ് ചെയ്തു വെക്കുന്നത് എങ്ങനെ, അവന് ശ്രദ്ധിച്ച കാര്യങ്ങൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് എന്ത് കണ്ടാലും കുട്ടി മനസ്സിൽ അവന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് അവൻ മനസ്സിൽ സൂക്ഷിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ വികാരപരമായ അനുഭവങ്ങള്, ആവർത്തിക്കുന്ന സംഭവങ്ങള്, കുടുംബത്തിലെ സ്ഥിരം രീതികള്, വളരെ സ്ട്രോങ് ആയ കോൺവെർസേഷന്, ഇതൊക്കെ കുട്ടിയുടെ മൈൻഡിൽ സേവ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ അവന് റീപ്രൊഡക്ഷൻ ചെയ്യും, അനുകരിക്കാൻ ശ്രമിക്കും. അതാണ് തേർഡ് പോയിന്റ് എന്നാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഇപ്പോ ഒരു കുട്ടിയുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ പേരൻസ് പലപ്പോഴും പറഞ്ഞു വരുന്നത്, കുട്ടി ഒരു എവിടെയാണ് സന്ദർഭം എന്ന് നോക്കാതെ കുട്ടി അത് പറഞ്ഞു പോകുന്നതൊക്കെ കുട്ടിക്ക് അറിയില്ല ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു കോപ്പി ചെയ്തു വെച്ചത് അവരത് അങ്ങോട്ട് അതുപോലെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർ കാണുമ്പോൾ അവർ സ്നേഹം പഠിച്ചെടുക്കുന്നു, അത് പ്രകടിപ്പിക്കുന്നു. അതുപോലെ ദേഷ്യം, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ബന്ധുക്കളോടും മറ്റുള്ളവരോടൊക്കെ നമ്മൾ പെരുമാറുന്നത്, ഇതൊക്കെ അനുകരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു അമ്മക്ക് അച്ഛന്റെ ഒരു കസിന് ഇഷ്ടമല്ല. ആ കസിന് വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ അമ്മയുടെ മുഖം മാറുന്നത് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കസിനെ ആണെങ്കിൽ കുട്ടിയെ വളരെ ഇഷ്ടമാണ്, കുട്ടിയോട് ഒരു ദേഷ്യം ഇതുവരെ അത് പ്രകടിപ്പിച്ചിട്ടില്ല. കുട്ടിയെ കാണാനാണ് ആള് വരുന്നത്. പക്ഷെ അമ്മ ഇവര് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴേ അമ്മയുടെ മുഖം മാറുന്നത് കുട്ടി ശ്രദ്ധിച്ചു. അവനത് സെക്കൻഡ് പോയിന്റ് ആയി അത് അതിന്റെ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചു. പിന്നെ കുട്ടി അത് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവര് സ്നേഹത്തോടെ കുട്ടിന്റെ അടുത്ത് ചെല്ലുമ്പോഴും ഈ കുട്ടി ദേഷ്യത്തോടെ പെരുമാറുന്നു. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ കാണുന്ന സംഭവങ്ങളാണ് അല്ലേ, ഇങ്ങനെ കാണാറില്ലേ? അപ്പൊ ഇത് എന്താണ്, അമ്മയ്ക്കുള്ള ദേഷ്യം കുട്ടി അത് അമ്മ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാകാനുള്ള പ്രായം കൂടെ ആവാതെ അവനത് അനുകരിക്കണമെന്നുണ്ട്. അതുപോലെ നമ്മൾ കളവ് പറയരുത് എന്ന മക്കളോട് തല പോയാലും കളവ് പറയരുത് എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, അപ്പൊ അച്ഛന് കടം വാങ്ങിയ ആള് ക്യാഷ് തിരിച്ചു ചോദിക്കാൻ വരുന്ന സമയത്ത് അച്ഛൻ മോനോട് പറയുന്നു അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറയും. അച്ഛൻ മാറി നിന്നിട്ട് പറയുന്നു. അപ്പൊ അതുവരെ കളവ് പറയരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച മകനെ കൊണ്ട് തന്നെ അച്ഛൻ ഇത് പറയുമ്പോ ഈ കുട്ടി എന്താണ് ഇവിടെ പഠിക്കുന്നത്? കളവ് പറയാം. അപ്പൊ ഇതൊക്കെ ഇവര് മൈൻഡിൽ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ, പ്രശംസ, അത് ശ്രദ്ധയൊക്കെ ലഭിക്കുന്ന പല കാര്യങ്ങളും ഇവരിത് ആവർത്തിച്ച് ചെയ്യും അല്ലെ. അപ്പോ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ ചില സമയത്തൊക്കെ നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് നല്ല കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ ഇവരത് തുടരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരാള് കുട്ടി സംസാരിക്കുന്നതിനുള്ള ഇടയിൽ കുട്ടി ഒരു തഗ് എന്ന് പറയില്ല, നമ്മള് ഒരുള്ള കുപ്പേരി പോലെ കുട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ചിരിക്കുക. ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതി നമ്മൾ ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി ആള് കൊള്ളാലടാ എന്നൊക്കെ ഒരു തമാശ പറയണെങ്കിൽ കുട്ടിക്ക് അതൊരു പ്രശംസയായിട്ടാണ് കുട്ടി അത് എടുക്കുന്നത്. കുട്ടി അത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ പലപ്പോഴും വിവരത്തെക്കാൾ ഇമോഷണൽ എനർജിയാണ് അനുകരിക്കുന്നത് അല്ലെ. അപ്പോ സൊസൈറ്റി എന്ന സൈലന്റ് ടീച്ചറിന് എങ്ങനെ എവിടെ നിന്നൊക്കെ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, അതൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇത് ഇവരുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന അതും അതുപോലെ പിന്നെ ഇവരെ ഫ്യൂച്ചറിനെ ബാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇവർക്ക് വേർതിരിച്ച് കൊടുക്കാം എന്നുള്ളതും, അതുപോലെ നമ്മൾ പേരൻസ് എങ്ങനെയാണ് ഇവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കുട്ടി നമ്മളോടും സമൂഹത്തോടും എങ്ങനെ പെരുമാറണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ ആ കുട്ടികളോട് പെരുമാറുക.
ഒരിക്കലും നമ്മൾ ഉപദേശം മാത്രം കൊടുത്ത അല്ല കുട്ടി ഒരിക്കലും നേരാവില്ല. നമ്മൾ പെരുമാറുന്നത് അവർ കണ്ടു പഠിക്കുക തന്നെ വേണം, എന്നെങ്കിലും അവരത് തുടർന്ന് വരുള്ളൂ. അപ്പോ കുട്ടികൾക്ക് കൂടുതൽ കേൾക്കുന്നതിനേക്കാൾക്ക് ഇഷ്ടം അവർക്ക് കണ്ടു പഠിക്കുന്നതാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ കടം തന്ന കൊടുത്ത ആള് തിരിച്ചു ചോദിക്കാൻ വരുമ്പോ അച്ഛൻ മുന്നോട്ട് ഇറങ്ങി നിൽക്കേണ്ടിയിരുന്നു, മുന്നിൽ വന്ന് പറയേണ്ടിയിരുന്നു. തരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് അത് ആവർത്തിയിരുന്നെങ്കിൽ ആ കുട്ടി ഒരിക്കലും കള്ളം പറയാൻ പഠിക്കില്ല, അല്ലെ? അങ്ങനെയല്ലേ? കള്ളം കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ കുട്ടി കള്ളം പറയാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് ഇമോഷണൽ സേഫ്റ്റി. പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അതുപോലെ കുട്ടികളാണ് തെറ്റുകൾ ഒരുപാട് പറ്റും. അവർക്ക് പറ്റിയ തെറ്റ് നമ്മളോട് അടുത്ത് വന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെ? അവരെ ക്ഷമാപൂർവ്വം നമ്മൾ കേൾക്കുക. അതുപോലെ അവരെ ആദ്യം തന്നെ അവരെ ഉപദേശിക്കാൻ പോകാതെ അവരുടെ എന്താണ് കാര്യം, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ വിശദമായിട്ട് നമ്മൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താണ് സംഭവിക്കുമ്പോ എന്ത് തന്നെ സംഭവിച്ചാലും തെറ്റുകൾ ചെറുതോ വലുതായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും എന്റെ പേരൻസിനോട് എനിക്ക് പറയാം എന്നൊരു ധൈര്യം കുട്ടിക്കുണ്ടാവും, അല്ലെ? അപ്പൊ ചില പേരൻസ് കുട്ടികളെ ഏത് കാര്യത്തിനും ചെറിയൊരു പിഴവ് വന്നാൽ തന്നെ ഏത് നേരം ഉപദേശിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. മര്യാദക്കിരി, അല്ലെങ്കിൽ കൂടുതൽ ചിരിക്കണ്ട, കൂടുതൽ സംസാരിക്കണ്ട, ഇങ്ങനെ എന്ത് കാര്യത്തിനും ഉപദേശം മാത്രം കേൾക്കുമ്പോ തന്നെ കുട്ടികൾക്ക് ദേഷ്യമായിട്ടായിരിക്കും തോന്നുക. ചില മക്കളൊക്കെ പറയുന്ന അമ്മന്റെ അടുത്തെത്തിയ ഫുൾ ഉപദേശമാണ്, പോവാനേ തോന്നില്ല, അല്ലെ? അങ്ങനെ ചില ഇപ്പത്തെ പിള്ളേര് പ്രത്യേകിച്ചും അവരങ്ങനെ പറയാറുണ്ട്, എന്തിനും ഉപദേശം മാത്രം, എന്ത് ചെയ്താലും തെറ്റ്, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാന്, വേറെ നല്ലതൊന്നും പറയാനില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോ ചില പേരൻസ് അതുപോലെ നിസ്സാര കാര്യങ്ങൾ മക്കൾ കഴിക്കുന്നത്, ചില കുട്ടികൾ ഫുഡ് കൊണ്ട് കുറേ ടൈം ഇരിക്കും. പക്ഷെ അവര് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ചെറുതിലെ നമ്മളോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവര്, നമ്മുടെ സിബ്ലിങ്സ് ഇങ്ങനെ ഇരുന്നവര് മുതിർന്നപ്പോ മാറിയിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ മാറാന് പക്വത വരേണ്ട സമയം വേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ചില പേരൻസ് പറയുന്നു, ഒരു ഫുഡാണ് കൊടുത്താൽ ഒരു ദിവസം അത് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതിനും കുറ്റം പറയാതെ, എന്തിനും നിലവിളിക്കാതെ ക്ഷമാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് അറിയുന്നത് കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ കണക്ഷൻ ഉണ്ടാക്കുക എന്നതാണ്. കുട്ടി തെറ്റ് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞാല് ഉപദേശം മുന്നിക്കിടേണ്ട, അത് അവനെ കേൾക്കുക, കാമായിട്ട് അത് പരിഹരിക്കുക. എന്താണ് അവിടെ ചെയ്യേണ്ടത്, ഇനി അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അവരെ ശാന്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ പക്വത വരാന് ചില കാര്യങ്ങൾക്കൊക്കെ പക്വത വന്നാൽ ശരിയാകും, അതുവരെ നമ്മൾ ക്ഷമിക്കുക. പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളത്, പേരൻസ് മനസ്സിലാക്കേണ്ടത് ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയ ഒരു കുട്ടി ഒരിക്കലും അഡ്വൈസ് സ്വീകരിക്കില്ല എന്നതാണ്. അപ്പോ നമ്മൾ ഒരു തെറ്റ് പറ്റിയ കുട്ടീനെ നമ്മളിങ്ങനെ കൂടുതൽ ഉപദേശിച്ച് മനസ്സിലാക്കുന്നിടത്തോളം നല്ലത് അവനെ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനോ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ഇൻഫ്ലുവൻസ് ശ്രദ്ധിക്കുക എന്നാണ്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ എല്ലാ പേരൻസ് തന്നെ മനസ്സിലാവും, അവര് ചെയ്യുന്ന ഒരു കാര്യമാണ് മക്കൾ കൂടുതൽ നേരം ഫോൺ എടുത്ത് ഇരിക്കുമ്പോ, നീ ഫോൺ എടുത്തിട്ട് കുറെ നേരമായി, ഇനി മതി കിട്ടോ, നിന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾ വാങ്ങി വെക്കാറുണ്ട്, ഇനി ഫോണ് ചോദിച്ചു വരരുത്. പക്ഷെ ഈ ഫോണ് വാങ്ങി വെക്കുന്ന സമയത്ത് അതുവരെ മക്കൾ എന്താണ് കണ്ടത് എന്നോ അതിലെ കണ്ടന്റ് എന്താണെന്നോ ഇവർക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണെന്നൊന്നും നോക്കാറില്ല. ആ ഫോണിൽ വാങ്ങി വെക്കും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം, ഇവരെന്താണ് കണ്ടത്, അവർക്ക് ഉപകാരപ്പെടുന്ന വല്ലതും ആണോ കാണുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സുകൾ ഓരോന്നിലുണ്ടാവും, അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അവരോടൊപ്പം അവര് കാണുന്ന വീഡിയോസ് കാണാൻ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് അറിയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് പഠിപ്പിക്കുക എന്നതാണ്. എല്ലാം വിശ്വസിക്കരുത്,
ചിരിച്ചുകൊണ്ട് അടുത്ത് വരുന്നവരെല്ലാവരും നമ്മളെ സ്നേഹിക്കാനല്ല എന്നും അതുപോലെ എല്ലാവരെയും വിശ്വസിക്കരുത് അല്ലെ. ഇപ്പൊ അച്ഛന് മകനെ ഒപ്പം കൊണ്ടുപോകുമ്പോ അച്ഛൻ ആരോടെങ്കിലും ചിരിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിന്നെ തനിച്ച് കാണുമ്പോ എല്ലാവരും അടച്ചു പറയല്ല, പക്ഷെ എല്ലാവരെയും ഈ മനസ്സ് തുറന്ന് അങ്ങോട്ട് എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാന് മക്കളെ പഠിപ്പിക്കുക. ഇത് ശരിയാണോ, ഇതിങ്ങനെ സംഭവിച്ചാൽ എന്താവും ഭാവിയിൽ ഉണ്ടാവുക, അതുപോലെ ഇതിന്റെ ഫലം എന്താണ്, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ കുട്ടികൾ കൂടുതൽ ചോദ്യം ചോദിക്കട്ടെ. ചെറിയ കുട്ടികളൊക്കെ ചോദ്യം ചോദിച്ച് തുടങ്ങുമ്പോ നമ്മളൊക്കെ പറയാം ഇതിന്റെ ചോദ്യം ഒന്ന് നിർത്തോ, മടുക്കണുണ്ട്, മതിയാവുന്നുണ്ട്, ഇങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞു നിർത്താതെ അവർ ചോദിക്കട്ടെ. അതിന് നമുക്ക് അറിയുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ സംസാരിച്ച് തുടങ്ങുന്ന കുട്ടികൾ തന്നെ ഒരു മൂന്ന് വയസ്സാകുന്ന മുന്നേ തന്നെ എന്ത് ചോദിച്ചാലും എന്താ 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 അങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ പറയാറുണ്ട് എന്തൊരു ക്വസ്റ്റ്യൻ അതിട്ട് പഠിപ്പിക്കുകയാണല്ലോ. ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാതെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണോ അതിന് ആ പ്രായം മുതൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തെറ്റുകൾ പറ്റാത്ത കുട്ടികളാണ് തെറ്റ് പറ്റും, അതുകൊണ്ടാണല്ലേ നമ്മളവരെ കുട്ടികൾ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തെറ്റ് പറ്റുമ്പോ ഒരിക്കലും നമ്മൾ അവരെ ഷെയിം ചെയ്യാതിരിക്കുക. പിന്നെ പേരൻസ് ഒക്കെ കണ്ടില്ലേ എന്തെങ്കിലും പറയുമ്പോ ചെറിയ തെറ്റോ അല്ലെങ്കിൽ ഇനി വലുതന്നെ ആയിക്കോട്ടെ അവരത് പുറത്തു കൊടുക്കാതെ നീ ഒന്നും ശരിയാവില്ലടാ, നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശരി നീ അവനെ നോക്കി ഇവനെ നോക്കി നിന്റെ ഒപ്പം തന്നെ അല്ല അവനും നടക്കുന്നത്, അവന്റെ അടുത്തൊന്നും നീ ഫാൾട്ട് വന്നിട്ടില്ലല്ലോ, നീ മാത്രം എന്തെങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ അവരെ പോലെയാണ് അല്ലെങ്കിൽ വകയിലുള്ള ഏതെങ്കിലും ആളെ പറ്റിയിട്ട് പറയും നീ ആ ഒരു വഴിയിലൂടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ പറയും. ഒരിക്കലും അങ്ങനെയൊന്നും പറയാതെ തെറ്റ് പറ്റാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഷെയിം ചെയ്യാതെ നമ്മളവിടെ ഗൈഡൻസ് കൊടുക്കുക. ഷെയിം അവരുടെ ഐഡന്റിറ്റിയെ തന്നെ ബാധിക്കും. ഗൈഡൻസ് അവരുടെ ബിഹേവിയറിനെ മാറ്റും. അതുപോലെ റോൾ മോഡൽസിനെ നമ്മൾ നൽകാം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പേരൻസിന് പുറമെ വേറെ പലരെയും അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അപ്പൊ അവര് നല്ല അധ്യാപകര്, നല്ല ബന്ധുക്കള്, അവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഇതൊക്കെ എന്താണ് അവർക്ക് മാതൃകയാക്കിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ ഫാമിലി റിച്വൽസ് ഉണ്ടാക്കുക. ദിവസവും ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഒരു പ്രയർ ടൈം ആയിക്കോട്ടെ, ഫാമിലി ടോക്ക് ടൈം ആയിക്കോട്ടെ, അതുപോലെ വീക്കിലി എന്തായാലും ഒരു ദിവസമെങ്കിലും ഒരു ഔട്ടിങ് ഒരു വൺ ഡേ അത് നമ്മൾ മാറ്റി. പിന്നെ അതുപോലെ ബെഡ് ടൈം കോൺവെർസേഷൻ കൂട്ടുക. അപ്പൊ ഇതൊക്കെ എന്താണ് ഇമോഷണലി ബോണ്ടിങ് ശക്തമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മിസ്റ്റേക്സിനെ ലേണിംഗ് ആയി നമ്മൾ പഠിപ്പിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, അവരെ പേടിപ്പിക്കാതെ അതിൽ നിന്നും കുട്ടിയെ എന്താണ് അതിൽ നിന്ന് എന്താണ് മിസ്റ്റേക്കിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് പഠിപ്പിക്കുക. അതുപോലെ തെറ്റ് പറ്റിയാലും ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് എന്റെ പേരൻസ് ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യവും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ അതുപോലെ അറ്റൻഷൻ നെഗറ്റീവ് ബിഹേവിയറിന്റെ പിറകിലും അവരെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു തോട്ടായിരിക്കും അവർക്ക്. അപ്പോൾ അത് ആ ഒരു നെഗറ്റീവ് മാറ്റിയിട്ട് അവിടെ ഒരു പോസിറ്റീവ് അറ്റൻഷൻ കൂടുതലായാൽ അവർ നെഗറ്റീവ് അറ്റൻഷൻ സീക്കിങ് കുറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പേരൻസ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മളെ മക്കള് ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളായിരിക്കില്ല അവരുടെ ഒന്നും മനസ്സിൽ ഉണ്ടായിരിക്കുക, നമ്മൾ കാണിച്ചു കൊടുത്ത മാതൃകകളായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പേരൻസ് നമുക്ക് തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയെങ്കിലും എന്നാൽ നമുക്ക് അധികമൊന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അവർ കാണിച്ചു തന്ന വഴികൾ, അവർ ജീവിച്ചു കാണിച്ചു തന്ന മാതൃകകൾ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ടാവും. എന്റെ ഉപ്പ അങ്ങനെ ചെയ്തു, ഉപ്പ അങ്ങനെ സഹായിച്ചു, അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ ചെയ്തു, അതൊക്കെ നമ്മൾ മനസ്സിൽ എപ്പോഴും വരുന്ന കാര്യങ്ങളാണ്. അതിനു വേണ്ടി കുട്ടിക്കാലത്ത് അവർ ഇങ്ങനെ ഇത്രയും ഉപദേശിച്ചിട്ടുണ്ട്, ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊന്നും മൈൻഡിലേക്ക് കയറി വന്നോളണമെന്നില്ല. പിന്നെ ജനറ്റിക് ആയിട്ട് പിന്നെ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ തലമുറകൾ വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടായി വരാറുണ്ട്. അപ്പോ
നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കഥയിലെ പോലെ അത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഒരു അച്ഛൻ അത്രയും പ്രതീക്ഷയിൽ വളർത്തുന്ന ഒരു മകന് എന്തുകൊണ്ട് വഴി കഴിച്ചു പോകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോ ആ കുട്ടിയിൽ ചിലപ്പോ ഒരു 3-4 തലമുറ മുന്നേ ഉള്ള പേരൻസ്, ഗ്രാൻഡ് പേരൻസ് ചിലപ്പോ വഴിവിട്ട ബന്ധങ്ങളില്ലവരായിരിക്കാം. ഒരു ആൽക്കഹോളിക് ഒക്കെ ആയിട്ട് കുട്ടികൾ മാറുകയാണെങ്കിൽ ഒരു 3 തലമുറ മുന്നേ ഉള്ളവരും ചിലപ്പോ അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പൊ ഇവർക്ക് ജനറ്റിക് ആയിട്ടും ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു 13 വയസ്സിന്റെ ഉള്ളിലൊക്കെ ആ ഒരു സ്വഭാവം പുറത്തോട്ട് വരും. അപ്പൊ അത് പേരൻസിന്റെ കയ്യിൽ നിൽക്കില്ല, അവരെ ഉപദേശിച്ച് ശരിയാക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയം നമ്മൾ ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ നേരിട്ട് നമ്മൾ കാണുക. അതിലൊന്നും ഒരിക്കലും ഒരു മോശം കരുതാതെ നമ്മുടെ മക്കളെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടത് എന്താണോ അത് നമ്മൾ ചെയ്യുക. പിന്നെ മക്കളെ പറ്റി ആരെങ്കിലും മോശമായി പറഞ്ഞ, ഇപ്പൊ നിന്റെ മോൻ അവിടെ ആ ഒരു മോശമായ ഗ്യാങ്ങിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലോ, അല്ലെങ്കിൽ അവന് ഇന്ന സ്ഥലത്ത് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ആരെങ്കിലും നമ്മളോട് വന്ന് പറയുമ്പോൾ ഒരിക്കലും ആ പറഞ്ഞു വന്നവരെ നമ്മള് അവരോട് ദേഷ്യം പറയാതെ, അവരോട് ദേഷ്യം പ്രകടിപ്പിക്കാതെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുക. അവര് ചിലപ്പോ സത്യസന്ധമായി പറഞ്ഞതായിരിക്കും, നമ്മുടെ മക്കൾ അങ്ങനെ ഒരിക്കലും കാണാൻ അവരും ആഗ്രഹിക്കാത്തത് കൊണ്ട് അങ്ങനെ നമ്മളോട് പറയുമ്പോ നമ്മളത് ഉൾക്കൊള്ളുക, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മക്കളോടും തന്നെ അതെന്താണെന്ന് ചോദിച്ചറിയുക. അവരെ ഒരിക്കലും പറഞ്ഞു വന്നവരെ ഒരിക്കലും ദേഷ്യപ്പെടുത്താതെ നമ്മൾ ഇരിക്കുക. ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുക. ചില പേരൻസ് ചെയ്യുന്നതാണ്. അങ്ങനെ കേട്ടപടി മക്കളെ അതിൽ തന്നെ അങ്ങോട്ട് വിശ്വസിച്ച് പോകും. അവര് പറഞ്ഞത് അപ്പടിയാണ് വിശ്വസിച്ച് മക്കളെ നേരെ തിരിയും. നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ അങ്ങനെ മുദ്ര വെക്കും. അതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പൊ തെറ്റുകൾ പറ്റും, കുട്ടികളാണ്, അത് നമ്മൾ തിരുത്തി കൊടുത്ത് അവരെ ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കാതെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ പേരൻസ് എന്നൊരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പേരൻസ് ഓർക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും മാത്രം, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നും അവർ പഠിച്ചു വരുന്നത് മാത്രമായിട്ട് ഒരു മക്കളും വളർന്നു വരില്ല. അവര് സമൂഹത്തിൽ നിന്നും എല്ലാം അവർക്ക് വേണ്ടതായിട്ടുള്ളത് പഠിച്ചു വരും. അതിന് തെറ്റും ശരിയും വേർതിരിച്ചു കൊടുത്ത് അവരുടെ ഭാവിയിലേക്ക് വേണ്ട ശരിയെയും കൂട്ടി മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതും ഞാൻ പഠിപ്പിച്ചതല്ലല്ലോ നീ പറയുന്നത്, ഞാൻ പഠിപ്പിച്ചതുപോലെ അല്ലല്ലോ നീ വളരുന്നത്, എന്റെ പ്രതീക്ഷക്കനുസരിച്ചല്ലല്ലോ നീ വളർന്നത് എന്നൊന്നും ഒരിക്കലും നമ്മൾ പറയരുത്. അവര് പുതിയ പുതിയ അറിവുകൾ അവര് പഠിക്കട്ടെ, അവര് ലോകം കീഴടക്കട്ടെ, അങ്ങനെ അവര് മുന്നോട്ട് പോകട്ടെ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, നമ്മുടെ സ്വപ്നങ്ങൾ കീഴടക്കാനുള്ള ഉപകരണങ്ങളല്ല നമ്മുടെ മക്കള് എന്നുള്ളത് നമ്മൾ പേരൻസ് എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ സ്വപ്നം നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ഫാൾട്ടാണ്. പക്ഷെ അതൊരിക്കലും നമ്മൾ മക്കളിൽ എനിക്ക് അത് നേടിയെടുക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാവരും അത് ഒഴിവാക്കുക. മക്കളുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും, അവർ അതുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതിനു വേണ്ട എന്ത് സപ്പോർട്ടും നമുക്ക് കഴിയുന്ന വിധം ചെയ്തു കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങള്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ആഡ് ഓൺ ചെയ്യാനുണ്ടാവും. അതുപോലെ നിങ്ങൾ എല്ലാവരുടെയും ക്ലിയർ ഫീഡ്ബാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. സജ്ന മാം, സോഷ്യൽ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നു. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു മാം. വന്നിട്ട് സ്റ്റോറി, റിയൽ ഇൻസിഡൻസ്, പിന്നെ എക്സാമ്പിൾസ് ഇതൊക്കെ തന്നിട്ട് ആ ഒരു ടോപ്പിക്കിനെ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ അതിനെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് എങ്ങനെ കുട്ടികൾ ലേൺ ചെയ്യുന്നത്, അത് എങ്ങനെ പേരൻസ് അതിനെ ഓവർകം ചെയ്യണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കുറെ കുട്ടികൾ സൊസൈറ്റിയിലിരുന്നാണ് പഠിക്കുന്നത്. ഈ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് മാം പറഞ്ഞില്ലേ, അഡ്വൈസ് എന്ന് പറയുന്നത് താല്പര്യം ഇല്ലാത്ത ഒരു കാര്യമാണ്. നോ വൺ വാണ്ട്സ് ടു ഹിയർ അഡ്വൈസസ്. സോ അത് വളരെ നമ്മൾ കോൺഷ്യസ്ലി കുട്ടികളുടെ അടുത്ത് ഈ നമ്മൾ തെറ്റുകളാണ് ഇവർ ചെയ്യുന്നത് പറയുമ്പോൾ
മാം പറഞ്ഞ മാതിരി നമ്മൾ കൂടെ ഇരുന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് അവരിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കണം ദാറ്റ് അതൊരു റോങ് ആണ് എന്നുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു പോയിന്റ് ആണ്, നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കണം. നമ്മളൊരു എക്സാമ്പിൾ ആണെങ്കിൽ കുട്ടികൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ട് കുട്ടികളെ അടുത്ത് റൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ തിരിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, ദറ്റ് അച്ഛൻ എന്താ ചെയ്തത്, അമ്മ എന്താ ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം വരും. സോ അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. മാം നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതേ രീതിയിൽ നമ്മൾ കുട്ടികളെ കേൾക്കാനുള്ള സമയം, ഇതിപ്പോ മാം ഒക്കെ ഈ മാതിരി സെഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊന്നും ഞാൻ എൻ്റെ കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ വളരെ നല്ല രീതിയിൽ മാം ഈ സോഷ്യൽ ലേണിംഗ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അത് എങ്ങനെ നമ്മുടെ കുട്ടികളെ എഫക്ട് ചെയ്യും എന്നുള്ളത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പിന്നെ അതേ രീതിയിൽ റോൾ മോഡൽസ് വേണം, മീഡിയയുടെ ഇൻഫ്ലുവൻസ്, നമ്മളുടെ കൾച്ചറുടെ ഇൻഫ്ലുവൻസ് ഒക്കെ മാം നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നൗ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഫോറം, ആർക്ക് വേണമെങ്കിലും ഇത് ആഡ് ഓൺ ചെയ്യുക, ഫീഡ്ബാക്സ് തരാം. ഐ റിക്വസ്റ്റ് ഈച്ച് വൺ ഓഫ് യു ടു കം ഫോർവേഡ് ആൻഡ് give their contributions. I welcome you all. ഗുഡ് ഈവനിങ്. നല്ലൊരു ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം കുട്ടികൾ എങ്ങനെ വളർന്നു വരുന്നു, ആരായിത്തീരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു പാർട്ടാണ് പേരൻസും അതോടൊപ്പം തന്നെ സൊസൈറ്റി, ഹു ആർ ഓൾ ദ പീപ്പിൾ ദാറ്റ് ദേ ഇന്ററാക്ട് വിത്ത് ഫ്രം ദ വെരി യങ് ഏജ്. അപ്പോൾ പിള്ളേരൊക്കെ ഒരു സ്പഞ്ച് പോലെയാണെന്നല്ലേ പറയുന്നത്. ദേ വിൽ അബ്സോർബ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ദേ സീ ആൻഡ് ദേ എക്സ്പീരിയൻസ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ്. നമ്മൾ ഏത് സാധനം മേടിച്ചാലും നമുക്ക് അതിനൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, പക്ഷെ പേരൻറ്റിങ്ങിന് മാത്രം ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇല്ല. ആൻഡ് വി ജസ്റ്റ് നമ്മളെങ്ങനെ വളർന്നു വന്നോ അതിനനുസരിച്ചൊക്കെ നമ്മൾ വളർത്തുന്നു. പക്ഷെ ഇപ്പം ഏതായാലും പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ക്ലാസ്സസും കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ബട്ട് നൗ ഇപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ലോഡ് ഓഫ് അവയർനെസ് ഇസ് കമ്മിങ് ഔട്ട്. ആൻഡ് യെസ്, സോ ദാറ്റ് parents are getting to know what is right and what is the best way to mold them into good human beings, and what are the values and examples and role models, modeling that they have to do. ഇതൊക്കെ നല്ല എഫേർട്ടാണ്. സോ ജസ്റ്റ് ലൈക്ക് ദ ക്ലാസ് ദാറ്റ് യു ആർ ഗിവിങ്, ഇത് എല്ലാ പേരൻസിന്റെ അടുത്തേക്കൊക്കെ എത്തേണ്ടത് അത്യാവശ്യമാണ്. സോ ദാറ്റ് അവയർനെസ് നീഡ്സ് ടു ബി ബ്രോട്ട് ഔട്ട് ടു ദ സൊസൈറ്റി, നോട്ട് ജസ്റ്റ് ഇൻസൈഡ് സെഷൻസ് ലൈക്ക് ദിസ്, but so hope that you can take it forward to a lot more people. So thank you very much for a good topic and good presentation. Thank you, Susanna. ഞാൻ ഇതിലൊന്ന് ആഡ് ഓൺ ചെയ്യാം. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അബ്രോഡ് UK ഫ്രണ്ടിന്റെ മോൻ. അപ്പൊ അവിടെ പോയപ്പോ നമ്മൾ ഇന്ത്യൻ പേരൻസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക. അപ്പൊ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പോയപ്പോ ഗ്രാൻഡ് ഡോട്ടറിനെ ഹഗ് ചെയ്തപ്പോ മോൻ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു അത്ര, ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞു അത്ര. അപ്പൊ പറയാനുള്ള ഒരു ഷീ വാസ് ടെല്ലിങ്, ഞാൻ ഈ പ്രായത്തിൽ ഒരു കാര്യം പഠിച്ചു എന്നുള്ളത്. എന്താ പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളുടെ അടുത്ത് നോ പറയുന്നുണ്ടല്ലോ, പറഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മളെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരണം. അപ്പൊ എങ്ങനെയാണ് അവർക്ക് UK പറഞ്ഞു തരുന്നത് അത്ര, കുട്ടിയുടെ അടുത്ത് ഫസ്റ്റ് പെർമിഷൻ ചോദിക്കുക, ക്യാൻ ഐ ഹഗ് യു ചോദിച്ചിട്ട് വരുമ്പോ, ഇത് ഒരു ഔട്ട്സൈഡർ കുട്ടീനെ അപ്രോച്ച് ചെയ്യുമ്പോ ആ കുട്ടി വളരെ കോഷ്യസ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് സൊസൈറ്റിയിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ സോഷ്യൽ ലേണിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ചിൽഡ്രൻ എന്നുള്ളത് ഞാൻ ഇന്നലെ വേറെ ഒരു ആംഗിളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. യെസ്, നൗ ഐ ഇൻവൈറ്റ് അതേഴ്സ്. Jolly ma'am. Yes, Abdul sir. ജോളി മാം പറയൂ.
മ്യൂട്ടാണ് മാം, മ്യൂട്ടാണ് മ്യൂട്ടാണ്. ഹലോ, ഐ എം ജോളി. ഞാൻ 2 ദിവസം ആയതേ ഉള്ളൂ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തിട്ട്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു, ഇതേ ആഴ്ചയിലുണ്ടായിരുന്നു. ആരെയും പരിചയപ്പെട്ടതൊന്നുമില്ല. പതുക്കെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാന്ന് വിചാരിച്ചാണ് മിണ്ടാതിരുന്നത്. വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക്സ് ആണ്. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇൻസ്പിറേഷനും അതുപോലെ മോട്ടിവേഷനും ഭയങ്കര എനിക്ക് ഹെൽപ്ഫുള്ളും എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അതുകൊണ്ട് ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കയറാറുണ്ട്. കുഞ്ഞുങ്ങളെ പറ്റിയുള്ള നമ്മളെ എത്ര എത്ര അറിവുള്ള പേരൻസ് ആന്ന് പറഞ്ഞാലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും. അതൊക്കെ നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനും നമ്മളെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിനും മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരു നല്ലൊരു ക്ലാസ് ആണ്. ഓരോ ക്ലാസ്സും കേൾക്കുമ്പോഴും, കഴിഞ്ഞ ക്ലാസ് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു, ഈ ക്ലാസ് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു, ഇത് ഇത്രയും കൊണ്ടൊന്നും നിർത്താനുള്ള പോയിന്റ് അല്ലേ. ഇനി കുറേ വാസ്റ്റും വൈഡുമായിട്ട് ഇതിനകത്ത് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ മക്കളെ നോക്കി നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇരിക്കുന്ന പറഞ്ഞാൽ ഞാനത് ഇപ്പൊ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു. പക്ഷെ ആ ഒരു പോയിന്റ് ഈ ഒരു ക്ലാസ് കുറച്ചൊരു 10 വർഷത്തിനെങ്കിലും മുന്നേ കേട്ടിരുന്നെങ്കിൽ ചിലപ്പോ എന്റെ ഞാൻ കുറച്ചുകൂടെ നല്ല എന്റെ സ്വപ്നം മക്കൾ. പക്ഷെ കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടപ്പോ കുറച്ച് ലേറ്റ് ആയി പോയല്ലോ. ഓരോന്നും അറിയേണ്ട കാര്യങ്ങൾ അറിയുമ്പോൾ ലേറ്റ് ആയി പോകുന്നല്ലോ. അങ്ങനെയൊക്കെ എനിക്കും തോന്നി. ഓരോ കാര്യങ്ങളും നമുക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര നല്ല ആൾക്കാർ സഹകരിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകള്, ഇങ്ങനെയുള്ളതായ കൂടിവരവുകള്, ഇങ്ങനെയുള്ള യൂണിയനുകളൊക്കെ അത് വളരെ പ്രയോജനപ്പെടുന്നു. മാം കാണിച്ച എല്ലാ സന്മനസ്സിനും മെനി താങ്ക്സ്. ഞങ്ങളോട് ഇത് അറിയിക്കുവാൻ തക്കവണ്ണം തുടർന്നും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു ജോളി മാം. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്നതിനും ഫീഡ്ബാക്ക് ഒക്കെ ഷെയർ ചെയ്യുന്നതിനും വളരെ സന്തോഷം. ഇവിടെയുള്ള ക്ലാസ്സുകളൊക്കെ മാമിന് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ സന്തോഷം. സീന മാം പറയോ? ജോളി മാം അറിയോന്ന് ചോദിക്കാം. ജോളി മാം ഈ ജോളി മാം തന്നെയാണെന്ന് ഇന്നാണ് മനസ്സിലായത്. സീനമാണെന്ന് തോന്നുന്നു. സീനമാണെന്ന് തോന്നുന്നു എന്റെ ഫോണിലേക്ക് ഇത് ആഡ് ആക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ എന്റെ ഫോണിൽ ആരോ ആഡ് ചെയ്ത ഞാൻ കയറിയ സാധനം എനിക്ക് തോന്നുന്നു. സീനമാമ ഞാൻ തന്നെയാണ് ആഡ് ചെയ്തത്. എനിക്കറിയാം മാമിന് ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾക്കൊരു വന്നാൽ ഞങ്ങൾക്കും ഒരു ഉഷാറാണെന്നുള്ളത് ഒരു മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. മാം എന്നും ഇങ്ങോട്ട് വരിക. എന്റെ ലിസ്റ്റിലുള്ള ആളായിരുന്നു. അതെ, ഞാൻ പേഴ്സണൽ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കയറിയിട്ടുണ്ടായിരുന്നു മാം. കഴിഞ്ഞ ആഴ്ച കയറിയിട്ടുണ്ട്. കുറഞ്ഞതൊരു 10 വർഷത്തിനെങ്കിലും മുമ്പേ ഒന്ന് പരിചയപ്പെട്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ആരെങ്കിലും ഒക്കെ ആയിപ്പോയേനെ. അങ്ങനെയൊന്നുമില്ല, സമയം വൈകിട്ടൊന്നുമില്ല. നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പേരമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മളെ ഇതില് ഓപ്പൺ ഡിസ്കഷനിലേക്ക് വരട്ടെ. നമ്മളെ സജ്ജന മാമിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ സോഷ്യൽ ലേണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, പ്രത്യേകിച്ച് കുട്ടികളെ ഒരു പാരന്റിങ് കോച്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ ഇത്തരം ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പാരന്റ്സിനും തന്നെ നമുക്കൊക്കെ എത്ര അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് ശരിക്കും എന്താണ് ജോളി മാം ഒക്കെ പറഞ്ഞതുപോലെ നമുക്ക് അത് വളരെ വലിയ ഒരു ആളുകളിൽ തന്നെ അതൊരു വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളെ ആ ഒരു കുട്ടികളെ വളർത്തിയ സമയത്തൊന്നും ഇതൊന്നും അറിയില്ല. സൈക്കോളജി അന്നൊക്കെ M.Com B.Ed ആണല്ലോ ഞാൻ. അത് കഴിഞ്ഞ ഒരു മോളൊക്കെ കുറച്ച് വലുതായതിനു ശേഷമാണല്ലോ സൈക്കോളജി എടുത്തത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ശരിക്കും നമ്മൾ ആ ഒരു പ്രഗ്നൻസി പീരീഡ് മുതൽ ശരിക്കും ഒരു കുട്ടീനെ എത്രത്തോളം കെയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു അല്ലെ വളരെ ഒരു ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും അന്ന് അറിയാതെ ഇരുന്നു. അങ്ങനെ ഞാൻ മോളൊരു 9th എത്തിയ സമയത്ത് ഞാൻ മോളോട് ഒരിക്കൽ തമാശയായിട്ട് ഞാൻ പറയുകയും ചെയ്തു, ഇപ്പോഴായിരുന്നു അമ്മയ്ക്ക് ഒരു വാവേനെ കിട്ടേണ്ടത്, അപ്പൊ വാവേനെ എങ്ങനെയൊക്കെ വളർത്താം എന്നതിനെക്കുറിച്ച്. അപ്പൊ എന്നോട് മോളെ അപ്പൊ എന്നോട് ഈ അമ്മ അങ്ങനെ പറയില്ലട്ടോ, ഞാൻ എത്രയോ വലുതായി, ഞാൻ അമ്മ അങ്ങനെയൊന്നും പറയട്ടോ. അപ്പൊ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണല്ലോ.
ഇപ്പോഴാണ് നമ്മൾ മക്കളെ ശരിക്കും വളർത്താനായി ശരിക്കും അറിഞ്ഞു തുടങ്ങിയത് എങ്ങനെയാ ആ വളർത്തണ്ടേന്നൊക്കെ. അതുമല്ല നമ്മളിങ്ങനെ കുറെ കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ഇഷ്ടവും അല്ലെ അങ്ങനെയൊക്കെ ഒരു ആണ് ഇത് അപ്പൊ ആണ് ഈ ഒരു തിയറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒന്നുകൂടെ ഇഷ്ടം കൂടും. അന്നേരം ഞാൻ ഇപ്പോൾ വിചാരിക്കും നമുക്ക് പേരക്കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് യെസ്. ഇംപ്ലിമെന്റ് ചെയ്യാം, പല തിയറീസ് എന്നുള്ള ആണ്. രീതിയിൽ നമുക്ക് പോവാം. ഏതായാലും ടൈം എല്ലാത്തിനും ഉണ്ടല്ലോ, അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവാം. ഏതായാലും ഇന്നത്തെ സെഷൻ സൂപ്പർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സജ്ന മാം. എന്റെ മൂത്ത മോനും എന്റെ ചെറിയ മോളും കൂടെ ഒരു 18 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ മൂത്ത മോനെ ആണോ? ഞാൻ 17 വയസ്സാകുമ്പോഴാണ് ഞാൻ അവനെ പ്രസവിക്കുന്നത്. ഞാൻ പറയാ അവനോട്, ആ ഞാനും ഈ ഒപ്പം വളർന്നേന് ഒരുപാട് ഞാൻ എന്റെ മോനെ തല്ലിയിട്ടുണ്ട്. ഒരു ചെറിയ ആ തെറ്റിന് പോലും ഞാൻ നല്ല കൊടുക്കായിരുന്നു. ഞാൻ സൗദിയിലായിരുന്നു. ഞാൻ തല്ലിയാല് അവന് സങ്കടപ്പെട്ട് പറയാന് വീട്ടില് ഉപ്പിവരൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ അതെ. എന്താണ് അപ്പൊ ഒറ്റക്കാണ്. അപ്പൊ ഹസ്ബൻഡ് വരുവോളം അവൻ വെയിറ്റ് ചെയ്യും പരാതി പറയാൻ. അപ്പൊ അന്ന് എനിക്കും അറിയില്ല എങ്ങനെയാണ് പാരന്റിങ് എന്ന് അറിയില്ല. ഇപ്പൊ മക്കള്, ചെറിയ മക്കള്, ഞാൻ അവൻ എന്ത് കാണിച്ചാലും ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോ ഇവൻ എന്നോട് തിരിച്ചു ചോദിക്കും, അല്ല നിങ്ങൾ ഇങ്ങനെ നല്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് വടി എന്താ പൊന്തൂലേ, എന്റെ തലതൊന്നും മറന്നോ, ഒരു സൈക്കോളജി പഠിച്ചില്ലേ. അപ്പൊ ഞാൻ പണ്ട് ഇനി ഇവരെ അത് ഇതുപോലെ ശരി തന്നെയാ. പണ്ട് നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോ കുട്ടികളിലാണ് തീർക്കുക അല്ലെ? അതൊക്കെ ശരിക്കും എത്ര വലിയ തെറ്റാണ്. സീനാമ്മ നമ്മളെ പാരന്റിങ് എന്താണ് ഇങ്ങനെയാണെന്ന് അറിയില്ല. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു, ഞാൻ അത് അവന്റെ പുറത്ത് കാണിക്കുകയും ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ അവനോട് തന്നെ പറയും സോറി കേട്ടോ. അപ്പൊ അവൻ പറയാ, അതൊക്കെ അന്നത്തെ വേദന കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ സോറി പറയുന്നു. ഇപ്പത്തെ മക്കൾ അങ്ങനെ അവനെന്നെ പറയും, ഇവര് കാണിക്കണ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചിരിയാണല്ലോ വരുന്നത്, എങ്ങനെ സാധിക്കണു. അവൻ സൈക്കോളജി പഠിക്കലോടെ മാറ്റാണ്. ഇത്ര ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണെന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത് അതെ അതെ. നമ്മളെല്ലാരും പഠിച്ചിരിക്കേണ്ട സബ്ജക്ട്. സീനാമ്മ നമ്മളെ പേരക്കുട്ടികളെ അങ്ങനെ വളർത്താമെന്നൊന്നും ആശിക്കുകയൊന്നും വേണ്ട, അതൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. കാരണം അതെ പലരുടെയും വായിൽ അത് നിന്ന് ഞാൻ ശരിയാണ്. കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടോ, പലരുടെയും വായിൽ അത് നിന്ന് ഞാൻ കറക്റ്റാ. കേട്ടിട്ടുണ്ട്. നമ്മൾ ഓ നമ്മുടെ പേരക്കുട്ടികളെ വളർത്തുന്നത് നമുക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ വരുന്ന മരുമോൾ അതിന് യോജിച്ചതല്ലെങ്കിലോ നമ്മുടെ ആ മക്കൾ യെസ് യോജിച്ചതല്ലെങ്കിലോ കറക്റ്റാ. അത് ഒരിക്കലും നമ്മുടെ നടക്കില്ല കേട്ടോ. റെസ്പോൺസിബിലിറ്റി നമുക്ക് അല്ലല്ലോ. നഷ്ടപ്പെട്ടത് തന്നെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ നമ്മുടെ ജോലി മക്കളെ മാം, നമുക്ക് വളർത്തേണ്ട ജോലി രീതി മാം അറിഞ്ഞുകൂടാതായി പോയി. പോസിറ്റീവായിട്ട് അത് ഇരിക്കുക, കറക്റ്റാണ്. നല്ലത് വരട്ടെ എന്നുള്ളത്. അല്ല, പേരക്കുട്ടികൾ ഒരിക്കലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് ശരിക്കും നമ്മള് അല്ലല്ല, ഇംപ്ലിമെന്റ് ചെയ്യണം. അത് തന്നെയല്ല, ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്ന യുഗം അല്ല. ഇന്നത്തെ ഇല്ല. അതെ അതെ. കാലഘട്ടം നമ്മൾ വളർന്നത് പോലെ അല്ല. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. അത്രയും ചിന്തിച്ചാൽ മതി. അതിനെപ്പറ്റി ഇനി കൂടുതൽ പ്രതീക്ഷയൊന്നും വെച്ച് പോണ്ട. അതെ അത് ശരി തന്നെയാണ് മാം പറഞ്ഞത്, കറക്റ്റാണ്. നമുക്ക് അംബിക മാം, നമ്മുടെ അംബിക മാം. പ്രായത്തിലെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ ഓർത്തു, നമ്മുടെ സമയം കഴിഞ്ഞു പോയവരാണ്. അപ്പൊ ഞാനും ഒരുപാട് സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സർവീസിൽ ഇരിക്കുമ്പോഴൊക്കെ. അപ്പൊ ഞാൻ രാത്രി കാലങ്ങളിൽ പോയിട്ടാണ് ഈ പാർട്ട് ടൈം സ്റ്റഡീസ് ഒക്കെ ചെയ്തത്. അപ്പൊ ഇപ്പം വിചാരിക്കും അന്ന് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തില്ലല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ മോളോട് പറഞ്ഞോളൂ, മദേഴ്സ് ഡേ വന്നപ്പോൾ അവൾ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തന്നു. അപ്പൊ എനിക്ക് അങ്ങ് വല്ലാത്ത വിഷമം തോന്നി. കാരണം ഈ സൈക്കോളജി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒട്ടും ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. അന്നൊക്കെ നമ്മൾ ഒരുമാതിരി നമ്മുടെ സർവീസിൽ നമുക്ക് എന്ത് ഉയരത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ സ്റ്റഡി ചെയ്ത് ഒരുപാട് ഒരു 5-6 വർഷം ഞാൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ സ്റ്റഡി ചെയ്ത് നടന്നപ്പോൾ നിങ്ങളെ നോക്കിയില്ലല്ലോ, നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എനിക്കത് വിഷമമായി. ഞാൻ തന്നെ വിഷമിച്ച് മദേഴ്സ് ഡേയുടെ അന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്ക് നിനക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എങ്കിലും എനിക്ക് തരാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അത്രയൊക്കെ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ ആ സമയം കഴിഞ്ഞു പോയി. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ കാര്യം പറയുമ്പോൾ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പീർ പ്രഷർ വരുന്നുണ്ടല്ലോ ഈ ടീനേജേഴ്സിലും അഡോളസെന്റ് ഏജിലും. അപ്പൊ കുട്ടികൾ അഡിക്ഷനിലേക്കൊക്കെ പോകുന്നത്, ഞങ്ങൾ പോളിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ അഡിക്ഷനിലേക്ക് പോകുന്നത് മെയിൻലി അതുകൊണ്ടാണ്. അപ്പൊ ഒരു കൂട്ടം കുട്ടികളുണ്ടാവും അങ്ങനെ, അവർ ആ പ്രഷറിൽ പെട്ടുപോവുകയാണ്. അപ്പൊ പിന്നെ അവർ ആ വഴിക്ക് അങ്ങ് പോകും. അതും ഒരു സോഷ്യൽ പ്രഷർ തന്നെയാണ്. അപ്പൊ അതും ഒരു സൊസൈറ്റിയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങൾ, നല്ലത് മാത്രമല്ല ചീത്തയും. ഈ അഡിക്ഷനൊക്കെ മെയിൻലി അങ്ങനെ തന്നെ വരുന്നതാണ്. കോഴ്സ് അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് സൊസൈറ്റിയിൽ നിന്ന് കുട്ടികൾ കണ്ടുപിടിക്കുന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട്. പിന്നെ പാരന്റ്സ് മെയിൻലി അച്ഛൻ ഈ മദ്യപിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് കുട്ടികൾ അത് ഫോളോ ചെയ്യാൻ തന്നെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യും.
അത് ഉറപ്പാ. അപ്പൊ എന്റെ മകൻ ഇവിടെ ഞാനില്ലാത്ത സമയത്ത് അവന്റെ ഫ്രണ്ടിനോട് പറയണ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല, എന്റെ അച്ഛൻ അത് ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അത് ഞാൻ വിചാരിച്ചു അത് ശരിയാണ്, കുട്ടികൾ അത് ഫോളോ ചെയ്യും, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ സമയം കഴിഞ്ഞു പോയെങ്കിലും നമ്മളിനി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാന്നേ പറ്റുള്ളൂ, നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യാനും പറ്റില്ല, ശ്രമിക്കാം, അത്രേ ഉള്ളൂ. കറക്റ്റ് ആണെങ്കിലും നമ്മൾ ആളെ സ്കൂളിൽ കാണുന്നില്ല, കാണുന്ന നെറ്റ് പോയാ. കുട്ടികളായിരിക്കില്ല മാം പുറത്തിറങ്ങുമ്പോഴ്. വീട്ടിൽ കാണുന്ന പേരൻസ് കുട്ടികളും ആയിരിക്കത്തില്ല പുറത്ത് വരുമ്പോഴേ കുട്ടികൾ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കണം അതെ കുട്ടികൾ കറക്റ്റ് ആരാണെന്ന് അറിയണമെങ്കിൽ. നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികൾ നല്ലതെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ മുമ്പിൽ അവർ നല്ലതുമായിരിക്കാം. പക്ഷെ അതെ. കറക്റ്റ് അവരെ അറിയണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അതെനിക്ക് തോന്നുന്നത് ഈ മക്കളുടെയൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു കണക്ട് എപ്പോഴും വേണം, അതാ അതെ അതെ അതെ. അവിടെയാണ് ടീച്ചേഴ്സുമായിട്ടും. സാ- അവിടെയാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ മക്കൾ എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ എന്റെ മോന് 6th പഠിക്കുന്നത്. അപ്പൊ അവന് ഇപ്പൊ അറിയും, ഇപ്പൊ ഞങ്ങൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഇവൻ വെക്കുന്ന പാട്ടൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇവർക്ക് പ്രത്യേകിച്ചും ഈ പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന്. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഈ ബസ്സിലൊക്കെ സ്കൂളിൽ നിന്ന് ബസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് മുതിർന്ന കുട്ടികളുമായിട്ടാണ് കമ്പനി കൂടുതൽ. ഇവൻ 6ലാണെങ്കിൽ പോലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇവരുടെ കമ്പനി. അപ്പൊ ഇവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഈ 6 വയസ്സൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം അവര് പഠിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസം അങ്ങനെ പറയുണ്ടായിരുന്നു, വൈഫ് പറയുണ്ടായിരുന്നു, ഇവർക്ക് ഒരു ദിവസം ഇവരൊരു സിനിമയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാരും കൂടെ. അതായത് അവരുടെ ഒരു ഡേ ഔട്ട്, അതാണ് അവർ പറയുന്നത്. ഒരു സിനിമ കണ്ട് പിന്നെ ഒരു മോളിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക. അപ്പൊ ഞാൻ ചോദിക്കും 6th പഠിക്കുന്ന കുട്ടികളാണ് അതൊക്കെ? അല്ല, 6th ബസ്സിലെ ഫ്രണ്ട്സ് ആണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം മക്കള് ഭയങ്കരമായിട്ട്. പിന്നെ നമ്മളൊന്നും വളർന്ന സാഹചര്യമല്ല, ഭയങ്കര എക്സ്പോഷർ ഉണ്ട് അവർക്ക് എല്ലാം. ഇപ്പൊ ഞമ്മക്കാണെങ്കിൽ ഇപ്പൊ പരമാവധി സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ കിട്ടുന്ന കാര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ലല്ലോ, ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. അതിൻ്റെതായ വൾനറബിലിറ്റീസും ഇവർക്കുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നേരത്തെ സജന മാം പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാനുള്ളതല്ല മക്കൾ, അതിനവരെ കിട്ടുകയില്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പേടിച്ചിട്ടെങ്കിലും, ഇപ്പൊ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇപ്പം അമ്മയൊക്കെ പറയുന്നതൊക്കെ പേടിച്ചിട്ടെങ്കിലും ഓക്കെ പറയായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് ആ പേടിയൊന്നുമില്ല. മക്കൾക്ക് നല്ല ഒരു റിലേഷനിലും ഇപ്പം ഈ പറയുന്ന ഒരു എന്താ പറയാ ഡിപ്പെൻഡൻസി ഇല്ല. ഓരോരുത്തരും ഓരോ സ്വന്തമായിട്ട് വളരാം എന്നുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പറയുന്ന വഴിക്ക് നമ്മൾ പോവാ, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. ഡിപ്പെൻഡൻസി ഇല്ല. മുമ്പൊക്കെ നമുക്ക് ഈ നമ്മുടെ ഫാമിലിയൊക്കെ നന്നായിട്ട് പോയിരുന്നത് കുറച്ചൊക്കെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പൊ അത് തീരെ ഇല്ലാതായി. ഡിപ്പെൻഡൻസി മാത്രമല്ല സാർ, ഒബീഡിയൻസും കുറവാ. അതെ, ഒബീഡിയൻസ് കുറവാണ്. നമ്മളിപ്പം വീട്ടിലാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഒക്കെ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ കൂടുതലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയേക്കാൾ എല്ലാവരും റൈറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതൊക്കെ എന്റെ അവകാശമാണ് അല്ലെ, അങ്ങനെയാണല്ലോ ഇതൊക്കെ. ഞാൻ എന്റെ കടമകൾ എന്താന്നുള്ള ഒരു ഇതില്ല. എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തോണ്ടിരുന്നില്ലേ? ഇപ്പൊ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഉൾപ്പെട്ട കുട്ടികൾക്ക് ഇല്ല. അങ്ങനെ ഒരു അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അവര് സിറ്റുവേഷൻഷിപ്പ് പല പേരിലാണല്ലോ വിളിക്കുന്നത്. സ്കൂളിൽ കാണുന്ന സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് കഴിഞ്ഞു. പിന്നെ കോഫി കൂടി ഷോപ്പിൽ പോകുന്നിടത്ത് വേറെ ഒന്ന്, അല്ലെ നടക്കാൻ പോകുന്ന സ്ഥലത്ത് വേറെ ഒന്ന്, സോഷ്യൽ മീഡിയയിൽ വേറെ ഒന്ന്, അങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് ഇല്ല. ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട റിലേഷൻഷിപ്പാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കാലഘട്ടം അങ്ങനെ അല്ലായിരുന്നു. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ബറ്റാലിയൻ, പള്ളിയിൽ പോകണമെങ്കിൽ ഒരു ബറ്റാലിയൻ, ഇവിടെ പോകണമെങ്കിൽ ഒരു ബറ്റാലിയൻ, ഓണം ക്രിസ്മസ് എല്ലാം ഈ ആഘോഷങ്ങൾ വന്നാൽ എല്ലാം കൂടെ ഒരു ബറ്റാലിയൻ. എന്ത് റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ പോലും അവർക്കത് അറിയില്ല. ഞാനും സജനയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. 2001 25 വർഷമായിട്ട് പരിചയമുള്ളതാ. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഇപ്പോഴത്തെ മക്കളൊന്നും അതിന് കിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല. ഞങ്ങളും അങ്ങനെ പറയും. അല്ല, ഇപ്പൊ റൌസ് സാറ് പറഞ്ഞില്ലേ, സാറിന്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ. അപ്പം ഒരു ട്രെയിനർ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, എന്തോ ഒരു ഫിലിമിന്റെ കാര്യം, എന്തോ ഒരു പാട്ട്, അതിനെ ട്രെയിനിങ് എടുക്കുന്നതിന്റെ ഇടയിൽ ഈ കുട്ടി പറഞ്ഞപ്പം വേറൊരു കുട്ടി അപ്പൊ സാറിനോട് ചോദിച്ചു, ഈ ട്രെയിനറുടെ അടുത്ത് ചോദിച്ചു, സാറിന് അതറിയില്ലേ? അല്ല, എനിക്കതറിയില്ലല്ലോ, എന്താന്ന് ചോദിച്ചു. ട്രെയിനർ ശരിക്കും അറിയില്ലായിരുന്നു അത് എന്താന്ന്. അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു, പൊട്ടൻ, ഇതിനൊന്നും അറിയില്ലെന്ന്.
അപ്പൊ അങ്ങനെയാണ് കാലം പോണത്. നമ്മൾ നോക്കിയും കണ്ട് അവരോട് സംസാരിക്കണം. അതാണ് അതെ നോക്കി കണ്ട് സംസാരിക്കണം. അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഞാനിപ്പോ അതെ ഈ അതെ അതെ. ഇന്നലെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വെക്കേഷൻ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരു AI സെഷൻ എടുത്തിരുന്നു. അപ്പം സാധാരണ അതിലുണ്ടാവുന്നത് ഒരു 6th പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ 9th പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം. അറിയാം. ഇതൊക്കെ ഇവര് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാനൊക്കെ എഞ്ചിനീയറിംഗിന് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയറിൽ ഓഫീസിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഇവർ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് അതെ of course. ടെക്നോളജിയുടെ കാര്യം മാത്രമല്ല, ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അവര് ഭയങ്കര എക്സ്പോസ്ഡ് ആണ് എല്ലാ കാര്യത്തിലും. എന്തായാലും നല്ലൊരു അടിപൊളി ടോപ്പിക് ആയിരുന്നു. ഒരു ഐ ഓപ്പണർ ആണ്. സജന മാം, സജന താങ്ക് യു. മാം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു കേട്ടോ. ഇനി എന്തായാലും മാമിന് ഇത് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പല മേഖലകളിലും. കാരണം നമ്മളെക്കാൾ കൂടുതൽ ഇത് സൊസൈറ്റിയിൽ പാരന്റിന്റെ പുറത്തേക്ക് ഇത് കൊണ്ടുവരണം, ഈ ടോപ്പിക്ക് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാം പറഞ്ഞ അതിലൊരു പോയിന്റ്, ഇപ്പോൾ ഈ നുണ പറയുന്ന ഒരു കാര്യം, അതിപ്പോൾ മിക്ക പാരന്റും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ പോയതാന്ന് പറയണം. ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ എനിക്ക് ഒരു പരിചയമുണ്ട്, അല്ല ഒരു അനുഭവമുണ്ട്. ഞങ്ങളിതുപോലെ ഒരു ഫാമിലിയിൽ അവരവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അവരുടെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ പാരന്റ് പുറത്തേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പിന്നെ സത്യത്തിൽ പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് വേറെ സ്ഥലത്തേക്ക് പോയതാന്ന് നുണ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായി. പക്ഷെ ഈ കുട്ടിക്ക് നുണ പറഞ്ഞത് മാറിപ്പോയി. കുട്ടി പറഞ്ഞത് മാറിപ്പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് പറയാണ്, അയ്യോ അങ്ങനെയല്ല കേട്ടോ, അവർ ഇവിടെ അല്ല പോയേക്കണത്, ഇന്ന സ്ഥലത്താണ് പോയേക്കണത്. ഞാൻ പിന്നെ ആ കുട്ടിക്ക് ഭയങ്കര വെപ്രാളായി പാരന്റ്. അപ്പൊ അത് ഞങ്ങളുടെ മുമ്പിൽ ഒരു എവിഡൻസ് ആയിട്ട് അത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം കുട്ടിയെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ അത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. കാരണം നമ്മൾ വരെയും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. കുട്ടിയുടെ അടുത്ത് നിസ്സാര കാര്യമൊന്നും തോന്നും, പക്ഷെ മാം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സീരിയസ്നെസ് മനസ്സിലായി. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ ഒരു 5 വയസ്സ് വരെ 10 വയസ്സ് വരെ ഒരു രാജാവിനെ പോലെ കാണണം എന്ന്. അവിടെ ഒരു രാജാവും പ്രജ പോലെയാണ്. നമ്മളൊരു രാജാവിനെ പോലെ അവരെ ട്രീറ്റ് ചെയ്യും. പിന്നെ തിരിച്ച് ഒരു 10 വയസ്സ് കഴിയുമ്പോൾ നേരെ തിരിയണം. നമ്മൾ രാജാവണം, അവരെ പ്രജയാക്കണം. കാരണം അവിടെ ഒരു പണിഷ്മെന്റ് തുടങ്ങുന്ന കറക്റ്റ് സമയത്ത് നമ്മൾ പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ടീനേജ് പ്രായത്തിലേക്ക് പോകുമ്പോൾ പിന്നെ അവർ പിടിച്ചാൽ കിട്ടത്തില്ല. ആ സമയത്ത് നമ്മൾ അവരോട് ടീനേജ് പ്രായത്തിൽ ഒരു 18 വയസ്സ് വരെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാറുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ അവർ വേറൊരു പിന്നെ അവരുടെ ഫ്രണ്ട് ശരിക്കും നമ്മുടെ പാരന്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ വേറൊരു ആളെ തപ്പി അവർ പോവില്ല. അപ്പോൾ അത് വളരെ നല്ലൊരു ടോപ്പിക്കാണ്. താങ്ക് യു സജന മാം. ഇനി ഇതുപോലെ നല്ല ടോപ്പിക്കുകളൊക്കെ കൊണ്ടുവരട്ടെ. അതെ, റസാഖ് സാർ അത് പറഞ്ഞപ്പോഴാണെങ്കിൽ സജന നമ്മൾ പലപ്പോഴും സജന നമ്മുടെ കയ്യിൽ ഫോൺ വെച്ചിട്ടായിരിക്കും പറയുന്നത് കുട്ടികളോട് ഫോൺ ഉപയോഗിക്കരുത് എന്നല്ലേ. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അത്. അതുപോലെ സാറ് പറഞ്ഞ ഒരു പോയിന്റ്, ഒരു മിനിറ്റ് റാണി മാം, എന്താണ് ഈ നമുക്ക് ഏജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ടല്ലേ. ഈ ടീനേജിൽ കുട്ടികളോട് പറയേണ്ട കാര്യം നമ്മൾ നേരത്തെ പറയും. അങ്ങനെയാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത്. അവർക്ക് ഗൈഡൻസ് കൊടുക്കേണ്ട സമയത്തായിരിക്കില്ല നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിക്ക് സപ്പോർട്ടിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾ ഈ അടിച്ചു പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. റാണി മാം, സോറി, കണ്ടിന്യൂ. കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ടല്ലേ. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ മക്കളോട് നമ്മള് ബസ്സിലൊക്കെ വെച്ചിട്ടേ പലപ്പോഴും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെ ഇപ്പൊ ബസ്സില് ഇത് കൊടുക്കേണ്ട കുട്ടികളെ ഒരു പ്രായം ഉണ്ടല്ലോ. ആ പ്രായമായ കുട്ടികളെ കണ്ടക്ടർ എത്ര പ്രായമായി എന്ന് ചോദിക്കുമ്പോ ഒപ്പല്ല പേരന്റ് പ്രായം കുറച്ച് പറയും. ഇത് കേൾക്കുന്ന കുട്ടി കറക്റ്റ് പ്രായം പറയും. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ കുട്ടിനോട് കണ്ണുറ്റി കാണിക്കുമ്പോ കുട്ടി അറിയാം എന്റെ പ്രായം ഞാൻ പറഞ്ഞത്, ഞാൻ സത്യല്ലേ പറഞ്ഞു പറയുമ്പോ അവിടെയും പറഞ്ഞു പഠിക്കാതെ ആവശ്യഘട്ടങ്ങളിൽ നോണ പറയണതാണ്. ഒരുപാട് ഇതൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ആക്കാണ് എവിടെ എന്താണ് പറയേണ്ടത്. സത്യം പറയണത് എപ്പോഴും സത്യം പറയണെന്ന് പറയുന്നത് നമ്മൾ തന്നെ അവരെ നുണയും പറയണം പറഞ്ഞ് നമ്മള് കാണിച്ചു കൊടുക്കാണ്. കുറെ പാട്ടുകൾ നമ്മൾ പേരൻസിന്റെ കയ്യിൽ തന്നെയാണ് വന്നു പോകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ ചെറിയ കുട്ടിയല്ലേ, ഇവനതൊന്നും പഠിക്കാനൊന്നും പോണില്ല. പക്ഷെ അവരത് പഠിച്ച് വെക്കണുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യെസ് റാണി മാം. ഓക്കെ, താങ്ക് യു സജന മാം. വളരെ നല്ലൊരു ക്ലാസ്. ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഞാൻ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ രണ്ടാളും വടിയെടുക്കാത്ത ഒരു പാരന്റ്സ് ആണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും.
ഞങ്ങൾ ഇതുവരെ മോളെ വടിയെടുത്ത് തള്ളിയിട്ടില്ല. വടിയെടുക്കും എന്ന് പറഞ്ഞാൽ തന്നെ അവള്, അതുപോലെ തന്നെ എനിക്കിപ്പോ ഒരു പട്ടിക്കുട്ടിയുണ്ട്, അവനെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, വടിയെടുക്ക, അടി വാങ്ങിക്കും നീ എന്ന് പറഞ്ഞാൽ മതി, അവൻ എന്തും അനുസരിക്കും. എന്തും അനുസരിച്ച് പറഞ്ഞാൽ നമ്മൾ മോശമായ കാര്യങ്ങളൊന്നും അവരോട് അനുസരിക്കാൻ പറയാറില്ല, പക്ഷെ അവൻ അനുസരിക്കും. ഇവിടെ കണ്ണാ നിനക്ക് അടി കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ വടിയെടുത്ത് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ഇപ്പൊ അവള് 23 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവളിപ്പോ ലോസ് ആഞ്ചലസിൽ പഠിക്കുന്നു. ഇതുവരെ അവളുടേതായ യാതൊരു തീരുമാനങ്ങൾക്കും ഞങ്ങൾ ഗൈഡൻസ് കൊടുക്കാറുണ്ട്, അവൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ടെന്നല്ലാതെ ഒരു കാര്യത്തിനും ഞങ്ങൾ അവളെ നിർബന്ധിച്ചിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവള് കാലിഫോർണിയയിൽ പഠിക്കാൻ പോണമെന്ന് പറഞ്ഞപ്പോ പോലും അവൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികളിൽ അവള് സ്വയം അപ്ലൈ ചെയ്യുമായിരുന്നു. അതിനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 10 യൂണിവേഴ്സിറ്റിയിൽ അവൾ അപ്ലൈ ചെയ്തു, 10 യൂണിവേഴ്സിറ്റിയിലും അവൾക്ക് അഡ്മിഷൻ കിട്ടി. അതിനകത്തുനിന്ന് അവൾ ചൂസ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയിലാണ് അവൾ പഠിക്കുന്നത്. ഇപ്പൊ അവളുടെ കോഴ്സ് ഇനി ഒരു 6 മാസം കൂടെ ഉണ്ട്. അത് കഴിയുമ്പോൾ അവളുടെ കോഴ്സ് കഴിയും. അത് നെക്സ്റ്റ് ചോയ്സും അവൾക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടോ ആരുടെ സപ്പോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഒരു ചിന്തകൾ കൊണ്ട് ഞങ്ങൾ സ്വയം തീരുമാനിച്ചെടുത്ത തീരുമാനങ്ങളായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാണ് മറ്റുള്ളവർ, അതുപോലെ അവള് 10ാം ക്ലാസ് വരെ പരീക്ഷ എക്സാം എഴുതാത്ത ഒരു സ്കൂളിലാണ് അവൾ പഠിച്ചത്. ആദ്യമായിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് 10th-ലാണ്. അവൾക്ക് അറിയാത്തൊരു പ്രോബ്ലം ഇതേപോലെ ഇട്ട് കൊടുത്തപ്പോ ആ പ്രോബ്ലത്തിന് ചുറ്റും ഒരു വട്ടം വരച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മറിച്ചിട്ട് സ്കൂളിൽ സബ്മിറ്റ് ചെയ്തു. അത്രയും ആ സമയത്ത് അങ്ങനത്തെ ഒരു അതേ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്കൂളിലേക്കാണ് ഞങ്ങൾ അവിടെ പറഞ്ഞയച്ചത്. ഈ പറഞ്ഞ പോലെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന പറയില്ലേ നമ്മൾ കുഞ്ഞുനാട്ടിലെ, അതുപോലെ ചപ്പാത്തി പരത്താനും ചായ ഉണ്ടാക്കാനും ഒരു വീട്ടിലെ ആള് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും എന്നും പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലായിരുന്നു. ഒരു പ്രായം വരെ അവർ അക്ഷരം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പോ അറിയാണ്ട് ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ സൈക്കോളജി പഠിക്കുമ്പോഴും ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും പടച്ചവനോട് നന്ദി പറയാണ്. കാരണം അങ്ങനെ ഒരു മാർഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി ഞങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തന്നില്ലേ ഇപ്പോ. അതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പൊ വടിയെടുത്ത് പേടിപ്പിക്കുക. അതുപോലെ മോളുടെ കൂടെ അവളുടെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് അല്ലെങ്കിൽ അവളുടെ എല്ലാ ഗ്രോത്തും ഞങ്ങൾ രണ്ടാളും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ആളുകൾ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡിനെ കളിയാക്കിയിട്ടുണ്ട്, നിനക്കെന്താ പണിക്കൊന്നും പോകണ്ടേ, ഉച്ചയാവുമ്പോഴേക്കും അവനങ്ങ് വീട്ടിൽ കയറും, പിന്നെ പോകത്തില്ല, കൊച്ചിനെ കളിപ്പിച്ചിരിപ്പാന്ന്. പക്ഷെ ആ പറഞ്ഞവരോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികളുടെ ബാല്യം നിങ്ങൾക്ക് ചോദിച്ചാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കുറെ പൈസ ഉണ്ടാക്കി കൊടുത്തു, കുറെ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഇപ്പോ എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൾക്ക് പൈസ ഫൈനാൻഷ്യലി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയവും ഞങ്ങൾ എൻജോയ് ചെയ്തു. എവറി മൊമെന്റ് അവൾ എങ്ങനെയാണ് വളർന്നതെന്ന് ഓരോ സെക്കൻഡും ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഇന്ന് രാവിലെ എനിക്കിപ്പോ ഓഫീസിൽ പോയി വരുമ്പോൾ ഉച്ചയ്ക്കായിരിക്കും പറയുന്നത്, നാളെ എനിക്ക് 2 ദിവസത്തേക്ക് ലീവ് ഉണ്ട്, നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ. അപ്പൊ തന്നെ വണ്ടി എടുക്കും. ഹോട്ടൽ റൂം ബുക്ക് ചെയ്യലില്ല, ഒന്നും ചെയ്യുന്ന പരിപാടി ഞങ്ങൾക്കില്ല. പോണ വഴിക്ക് കിട്ടുക, അതുപോലെ ചെയ്യുക, അതുപോലെയായിരുന്നു. അതുപോലെ പുറത്തെ ഫുഡും എല്ലാം അവളെ ടേസ്റ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. കാട് കയറാനും മല കയറാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ക്ലാസ്സുകൾ പറയുമ്പോഴേ എന്തുകൊണ്ടാണ് ആ രീതിയിൽ എത്തിപ്പെട്ടതെന്ന് അറിയില്ല. പക്ഷെ താങ്ക് ഗോഡ്, അത്രേ പറയാനുള്ളൂ. ഇനി അവൾക്ക് ഇനിയും നല്ലൊരു ഭാവി അതേപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സജന മാം പറഞ്ഞ ഞങ്ങളുടെ ഓരോരുത്തരും പാരന്റ്സിന്റെ ഇതൊന്നും മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാതെ നല്ല കുട്ടികളായിട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. അവരവരുടെ ഫ്രീഡം അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കുക. ഒരു പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടാതിരുന്ന സ്വാതന്ത്ര്യമായിരിക്കാം ഞങ്ങൾ അവർക്ക് കൊടുത്തത്, അതുകൊണ്ട് കൂടി ആവാം. ഞാനൊരു നാട്ടുമ്പുറത്ത് ജനിച്ച ഒരാളാണ്. വിനോദാണെങ്കിലും ബാംഗ്ലൂർ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണെങ്കിൽ പോലും അച്ഛന്റെ വളരെ കർശനമായ നിയന്ത്രണത്തിൽ വളർന്ന ഒരാളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അച്ഛൻ വിടില്ല, യൂണിഫോമിൽ ഒരു ചുളിവ് പറ്റാൻ പാടില്ല, അങ്ങനെയൊക്കെ നിയന്ത്രണത്തിൽ വളർന്നത് കൊണ്ടാവാം. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ വെച്ച് ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഇപ്പോഴും കുട്ടികളെ തല്ലുന്ന പാരന്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. എന്റെ തൊട്ട് നൈബറുണ്ട്, 6 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞു വന്ന കുട്ടികള് എന്തോ ചെയ്തൊരു തെറ്റിന്റെ പേരിൽ 8 മണി വരെ ആ ലേഡി പുറത്തിട്ടു. ഈ മോസ്കിറ്റോ കൊടുക്കുന്ന അമ്മ, മോസ്കിറ്റോ കടിക്കുന്ന അമ്മ, വാതിൽ തുറക്ക്, എല്ലാ ജനലിലും ആ കുട്ടികള്. അവസാനം ഞാൻ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചൈൽഡ് വെൽഫെയറിൽ കംപ്ലൈന്റ് ചെയ്യും, എനിക്കിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ആ ലേഡി അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ്. സങ്കടമുണ്ട്, പക്ഷെ തിരുത്താൻ നമുക്ക് പരിധികളുണ്ട്. നമ്മളുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ
അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കാണുമ്പോൾ സങ്കടമുണ്ട്, പലതും തിരുത്തണമെന്നും ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ചെയ്തത് കാണിച്ചു കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പൊ അതൊന്നും പറ്റാത്ത സങ്കടം. ഇപ്പൊ സജന മാം ഓരോ സാധനങ്ങൾ എടുത്ത് പറയുമ്പോൾ എന്റെ മുന്നിൽ ഓരോ കഥകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇതേപോലെ തന്നെ മോളെ കൊണ്ട് ട്രെയിനിൽ വരുമ്പോ മോൾക്ക് ബർത്ത് എടുക്കും, ട്രെയിൻ ടിക്കറ്റ് എടുക്കും. അവൾക്ക് തനിച്ച് കിടക്കാനുള്ള ഇതില്ല, പക്ഷെ ഞങ്ങൾ എടുക്കും. എന്താ വെച്ചാൽ 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് നിർബന്ധമാണല്ലോ. അപ്പോ TT വരുമ്പോ വേറെ ആർക്കെങ്കിലും ഞങ്ങൾ അത് കൊടുക്കും. അപ്പൊ TT വരുമ്പോ മോള് പറയുന്നതാണ്, TT മാമ അത് എന്റെ ബർത്താണ്, ആ മാമന് കൊടുത്തിരിക്കുക അത്രേ, മാമൻ വെറുതെ കിടക്കുന്നത് അവിടെ. അപ്പൊ അതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുട്ടികളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വിനോദ് ചിലപ്പോ ഓഫീസിൽ ഇവിടെ ഇരുന്നിട്ട് പറയും. അപ്പൊ അവള് ചോദിക്കും, നേരെ ചോദിച്ചിട്ടുണ്ട്, അച്ഛനല്ലേ, അച്ഛനിപ്പോ ഇവിടെ ഇരിക്കുകയല്ലേ, എന്നിട്ട് അച്ഛൻ പറഞ്ഞു സൈറ്റിലാന്ന്, അച്ഛൻ എന്തിനാ നുണ പറഞ്ഞെന്ന്. അത് ചോദിക്കാറുണ്ട്. അത് കുട്ടികൾ സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് കുട്ടികൾ നമ്മളെ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, നുണ പറയേണ്ടത് എവിടെയാണ്, സത്യം പറയേണ്ടത് എവിടെയാണ്, എവിടെയൊക്കെയാണ് അപ്രിയ സത്യങ്ങൾ ഒളിച്ചു വെക്കേണ്ടത്, അതൊക്കെ നമ്മളെ കണ്ട് തന്നെ നമ്മുടെ മക്കൾ പഠിച്ചേ പറ്റുള്ളൂ. അതിനകത്ത് ഇന്നത് ചെയ്യരുത്, സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സമൂഹമല്ല നമ്മുടേത്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ചെറുപ്രായമെന്നില്ല, വലിയ പ്രായമെന്നില്ല, എപ്പോഴായാലും പറയാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ മക്കളെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഞാനത് ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പറയില്ലേ, എന്തായാലും ഒരു യൂണിവേഴ്സ്, ഒരു ഡെസ്റ്റിനി, ഇതൊക്കെ ഉണ്ട്. ഗൈഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്തം. അത് ശരിയായ രീതിയിൽ ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. ഇപ്പോൾ സജനയുടെ പോലെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടെങ്കിലും ഒരുപാട് പാരന്റ്സിന് മാറാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം, അതിനേക്കാൾ വലിയ സൗഭാഗ്യങ്ങളും വേറെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് താങ്ക് യു വെരി മച്ച് സജന. കീപ് ഗോയിങ്. താങ്ക് യു റാണി മാം. യെസ് ഹലോ, കേക്കാവോ? യെസ് യെസ് സർ. സജന മാം നല്ലൊരു ക്ലാസ്. പിന്നെ അതിലും ഭംഗിയായിട്ടാണ് ഫീഡ്ബാക്കുകൾ കേൾക്കാൻ പറ്റുന്ന, എക്സ്പീരിയൻസസ്, ലൈഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പം അതിനോട് പകരം വെക്കാനൊന്നും ഇല്ലല്ലോ, അനുഭവങ്ങളല്ലേ. എനിക്ക് കൊച്ചു പിള്ളേരായതുകൊണ്ട് അവരോട് ഇപ്പം ഞാനിപ്പം അവരെ ഏറ്റവും മിസ് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിലാണ്. വളർച്ച, അവർ നാട്ടിലാണ്, വൈഫും മക്കളും. ഇപ്പം ഏറ്റവും കൂടുതൽ ശീലിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടതും ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ള ഫോൺ മാക്സിമം മാറ്റി വെച്ചുകൊണ്ട് ഉള്ളൊരു ഇത്. വൈഫാണേലും ഇങ്ങനെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ ഒക്കെ, കാരണം നമ്മൾ ശീലിക്കുന്ന വേണമല്ലോ അവരെ പാലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ ഫോൺ മാക്സിമം ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനം കൊണ്ടുവരുന്നു. എത്രയാണെന്ന് നോക്കട്ടെ. ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ, ഈ തലമുറയിലെ മക്കളാണ്, നമുക്ക് അവരിൽ നിന്നാണ് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം അതിനകത്ത് ഒരു തിരുത്ത് പറഞ്ഞോട്ടെ ജേക്കബ് സാറേ, ഫോൺ ഇല്ലാതെ ഒരു ഇതിലെത്തിക്ക് മക്കളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല, അതിനകത്തൊരു തിരുത്ത് പറഞ്ഞോട്ടെ. പറയൂ. എന്തിനാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്? ഫോണിന്റെ ഉപയോഗവും അതിന്റെ രീതികളും മാത്രം പഠിപ്പിച്ചിട്ട് ഫോൺ ഇല്ലാത്തൊരു അതിലേക്ക് എന്തിനാണ് കുട്ടികളെ എത്തിക്കുന്നത്? എന്തായാലും ഫ്യൂച്ചറിൽ അവർക്ക് ഫോൺ വേണ്ടി വരും. ഒരുപാട് ടെക്നോളജീസ് അവർ ഉപയോഗിക്കേണ്ടി വരും. അവരതിന്റെ പുറകെ പോകേണ്ടി വരും, ചെയ്യേണ്ടി വരും. വളരെ കുട്ടികളായിരിക്കാം, അവർക്കത് ഒരു പരിധി വരെയൊക്കെ അവരെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ അപ്ഡേറ്റഡ് ആണ് അവരുടെ വെച്ചിട്ട്. അപ്പൊ ഫോൺ എല്ലാത്തിനും മൊബൈൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ വെച്ചിട്ട് അവരെ പറഞ്ഞതനുസരിപ്പിക്കുക എന്നൊരു രീതിയല്ല പറയുന്നത്. നിങ്ങൾ ഫോൺ അവരെ കാണാതെ ഒളിച്ച് ചെയ്യുന്ന രീതിയെ കുറിച്ചൊന്നുമില്ല. ഫോൺ മുഴുവൻ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. ഇതുകൊണ്ട് എന്നെ കാണാനായിട്ട് ഇപ്പൊ ഒരു മീഡിയ അവർക്ക് ഫോണാണ്. അപ്പം അച്ഛൻ വിളിക്കുമ്പം കാണിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു ഇത് വെച്ചിട്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ കഴിക്കണമെങ്കിൽ ഫോണ്, തിരിയണമെങ്കിൽ ഫോണ്, എന്ത് ചെയ്യിപ്പിക്കണമെങ്കിൽ പല പാരന്റ്സും അടങ്ങിയിരിക്കാനായിട്ട് ഫോണ്, അത് ഒഴിവാക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ. സർ പറഞ്ഞപ്പോ ഫുള്ളായിട്ട് ഫോൺ ഒഴിവാക്കുന്നു എന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതാണ് മാക്സിമം ഒഴിവാക്കിയിട്ട് ഇപ്പം പിന്നെ അതിന്റെ ആവശ്യമില്ല ഇപ്പം. കാരണം ഇപ്പം അവര് ഏറ്റവും കൂടുതൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന, അവർക്ക് ആ ഒരു ഭാഗ്യം കൊണ്ട്
ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ആണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഈ അവധിക്ക് ചെന്ന് കാണേണ്ട ഒരു അവസ്ഥ. ഞാനാണ് ഫോണിൽ കൂടെ അവരെ കാണുന്നത്, അവരെന്നെയും കാണുന്നത്. അല്ലാതെ എല്ലാവരും ഉള്ളതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലും. പിന്നെ ഇപ്പം അതിൽ നിന്നൊന്നും അവർക്ക് പഠിക്കാനില്ല, കാരണം എല്ലാവരും ചുറ്റും ഉള്ളതുകൊണ്ട് ആ ഒരു കെയറും കാര്യങ്ങളും അതിൽ നിന്നൊക്കെ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ തൽക്കാലം ഇപ്പം കുറച്ചുകൂടെ എന്തായാലും അതിലേക്ക് എക്സ്പോസ്ഡ് ആവും. അത് നമുക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആസ് ഓഫ് നൗ അതിൻ്റെ ആവശ്യമില്ല, അതിൽ തന്നെ കാണുക, അതിൽ നിന്ന് പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. അതാണ്. അതല്ല, ഫുള്ളായി ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കുട്ടികളെ കാണാതെ ഒളിച്ച് ഫോൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവരെ കാണിക്കാതെ, അതിന്റെ ഒരു ഇത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അല്ലാതെ ഈ തീർച്ചയായും. ഫുള്ളായി പഠിപ്പിക്കണമെന്നില്ല. താങ്ക് യു റാണി മാം, ജേക്കബ് സർ. ചന്ദ്ര മാം, ഐ തിങ്ക് വി ആർ നമ്മുടെ റണ്ണിങ് സമയമായി. ഔട്ട് ഓഫ് ടൈം. നമുക്ക് സമയം കൂടുതലായല്ലേ ഇന്ന്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ നല്ലൊരു താങ്ക് യു ടോപ്പിക് എവരിവൺ. ആണ്. യെസ്, ആൻഡ് സോഷ്യൽ ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് അതേ രീതിയിൽ നമുക്ക് ഈ ഡിസ്കഷൻ വരാൻ കാരണം ഇത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫീൽ ചെയ്ത് എല്ലാവർക്കും എക്സ്പീരിയൻസസ് ഉണ്ട്. താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ്. ഇനി നെക്സ്റ്റ് ടീ ടോക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും. സോ എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യാം to attend that and support us and give feedbacks and allow us to grow with you. Thank you all. Good night, everyone. We'll meet in the next tea talk next Thursday. Thank you. താങ്ക് യു. എല്ലാവരും ഗ്രൂപ്പിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. Yes. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night.